നേരായി ഇക്ക നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഓ അതിന് ഇതിൻ്റെ അകത്തൊന്ന് കണ്ണെടുത്തല്ലേ വിളിച്ചാലും പറഞ്ഞാലും കേൾക്കുക. നിങ്ങൾ രാവിലെ തൊട്ട് വായിക്കണ്ടല്ലോ. എന്താണ് ഇനി മാത്രം ഇതിൻ്റെ അകത്തുള്ളത്? ഇതിൻ്റെ അകത്ത് പലതും ഉണ്ട്. സമയം കിട്ടുമ്പോൾ നീ ഒന്ന് വായിച്ചു നോക്ക്. നിനക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. രാജ്യം എങ്ങോട്ട് വേണേലും പോയിക്കോട്ടെ, എൻ്റെ ഒക്കെ വന്ന് ചോറ് തിന്നാൻ നോക്ക്. നാളെ അല്ലേ അഡ്മിറ്റ് ആവേണ്ടത്? നിങ്ങളെ കയ്യില് പൈസ വല്ലതും ഉണ്ടോ? ഒക്കെ ശരിയാവും. ഒന്ന് രണ്ടാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ രാവിലെ വന്നപ്പോ ഒരു 2000 ഉറുപ്പ്യ തന്നിട്ടുണ്ട്. ചെലവിനത് മതിയാവൂലേ? ആ പിന്നെ നിങ്ങളെ സർക്കാരിന്റെ ആശുപത്രി കൊണ്ട് ചികിത്സയൊക്കെ ഫ്രീ ആയിരിക്കും അല്ലേ? എന്താ സംശയം? ചികിത്സ മാത്രമല്ല, മരുന്നും ഗുളിക എല്ലാം ഫ്രീയാ. പോരാൻ നേരത്തെ വണ്ടിക്കൂലി. സഖാവിനോട് പറഞ്ഞ കാര്യം നടക്കുമായിരിക്കൂലേ? ആ സഖാവേ. നിങ്ങളോ? വരൂ, കേറിയിരിക്ക്. ഇല്ല സഖാവേ, നമ്മുടെ വിനീഷ് ഇല്ലേ, അവനൊരു ആക്സിഡന്റ് പറ്റി. ആര്? ചാലിൽ രാഘവട്ടന്റെ മോനോ? അതെ, ഇപ്പം മെഡിക്കൽ കോളേജിലാ. ഇത്തിരി ഗുരുതരാ. കുറച്ച് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് വെളി വന്നിട്ടുണ്ട്. സഖാ വിചാരിച്ചാൽ അതൊന്നും പ്രശ്നമാക്കണ്ട. റസിയ, ആ ഷർട്ടും കിടക്ക്. ആ സഖാക്കളെ, നിങ്ങൾ ആ പാർട്ടി ഓഫീസിലേക്ക് ചെല്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട്. ശരി സഖാവേ, വേഗം എത്ര. ഓ അന്നത്തിന്റെ മുന്നിൽ ഇങ്ങനെ എണീറ്റ് പോണത് ശരിയല്ല കേട്ടോ. എന്റെ ഒരു നേരത്തെ അന്നം പോയാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാം, അതല്ലേ വലിയ കാര്യം. ഈ ഉമ്മ തന്ന പൈസ അല്ല ഇവിടെ, അങ്ങനെ എടുക്ക്. നാളത്തേക്ക് ഞാൻ ശരിയാക്കാം. പോരെ? ഹലോ സഖാവേ, നമ്മൾ ടീമിനോട് സെറ്റ് ആയിക്കോളാൻ പറയേ. ഞാനൊരു വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. ഓ ആ എന്നാ ശരി. ആ പിന്നെ കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടി ഓഫീസിൽ ഒരു ഇലക്ഷന്റെ ചർച്ചയും. ഞാൻ വരാൻ വൈകിയ നീ ഭക്ഷണം കഴിച്ച് കിടന്നോ. തിരക്കിട്ട് പോണത് മെഡിക്കൽ കോളേജിലേക്കാ. ഒരു ആക്സിഡന്റ് കേസ് ഉണ്ട്. എന്താത്തത്? ഇത് തിരിച്ചക്കപ്പുഴുക്ക മതി. ഈ യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർ സംസാരിക്കും. അടുത്തതായി അബ്ദുറഹ്മാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് പ്രസംഗിച്ചവരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോളനിയിലെ കുടിവെള്ളക്ഷാമം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ചർച്ചയല്ല സഖാവേ വേണ്ടത്, പരിഹാരമാണ് വേണ്ടത്. സഖാവേ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി മാത്രം വാഗ്ദാനങ്ങളുമായി അവർ എത്താറുണ്ട്. പിന്നെ 5 വർഷത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല. ഈ കോളനിയിൽ മാത്രം 125 വോട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന് 2 മാസമല്ലേ ഉള്ളൂ. വീണ്ടും അവർ വരും. സഖാവേ, 10 സെന്റ് സ്ഥലത്തിന്റെ പട്ടയത്തിന് വേണ്ടിയല്ല, ഒരു തുള്ളി കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കുന്നത്. സഖാവിരിക്കുക. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നിങ്ങളെ ആര് കൈയൊഴിഞ്ഞാലും ഞങ്ങൾ സഖാക്കൾ കൈയൊഴിയില്ല. വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ഈ കോളനിയിൽ വെള്ളം എത്തിച്ചിരിക്കും, ഉറപ്പാണ്. അദ്ദു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെടാ. നിന്റെ കച്ചവടമൊക്കെ ഉഷാറല്ലേ? ആ രാമേട്ടാ, അസുഖമൊക്കെ എങ്ങനെയാ?
മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഉശിരുള്ള ഭരിക്കുമ്പോൾ ഉയിരിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ അബ്ദു? മരുന്നും ചികിത്സയും ഫ്രീ അല്ലേ, അതും ഹൈടെക്. അദ്ദു, ഈ സൂക്ഷിക്കണം. UKFന്റെ വോട്ട് ബാങ്കായി ഈ കോളനി. ഒറ്റ രാത്രി കൊണ്ടാണ് നീ അത് മറിച്ചത്. അവരടങ്ങിയിരിക്കുമല്ലോ കേട്ടോ. നീ എന്താ വെള്ളം എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ, അതിലും രാഷ്ട്രീയം വേണോ? ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, നീ സൂക്ഷിക്കാം. രാമേട്ടാ, ഞാൻ പോട്ടെ. തെരഞ്ഞെടുപ്പിന്റെ ഒരു ചർച്ച കൂടി ഉണ്ട്, അതിന്റെ ഓട്ടത്തിലാ. പരിഭ്രമിക്കണ്ടടോ, പകരം വെക്കാൻ ആളില്ലാത്തതാ. എന്നാലും രാമേട്ടാ, ഒന്ന് പിഴച്ചാ നമ്മളും വീഴും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരോട്ടത്തിലും വീഴാൻ പാടില്ല. ഒരു സഖാവ് വീണാൽ ഒരു നാടിന്റെ തുടിപ്പായി ഇല്ലാതാവുക. ഈ കേട്ടില്ല അബ്ദു? നിങ്ങളല്ലാതെ മറ്റാര് സഖാക്കളെ ഈ മണ്ണിനായി ചോര ചിന്തിടാൻ? റസിയ, റസിയ, ഉമ്മ എപ്പോ? ലേബർ റൂമിലാ? ഞാൻ തപ്പ എത്തി, പോരാ. അബ്ദു, റസിയക്ക് പെട്ടെന്നൊരു വേദന വന്നതാ. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓ. നീ വേഗം ചെല്ലാൻ നോക്ക്, ഞാൻ നാളെ വരാം. ശരി ശരി. അബ്ദുവേ, ഒരു രാത്രി കൊണ്ട് ഞങ്ങളെ വോട്ട് വാങ്ങാൻ നീ ചോർത്തിയത്. ആ കോളനിക്കാർ വെള്ളം കിട്ടാതെ തെണ്ടിത്തിരിയുന്നോണ്ടാ 100-125 വോട്ട് മറിയുന്നത്. അതാണ് നീ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. പടച്ചോൻ പൊറുത്താലും ഞങ്ങൾ പൊറുക്കൂല. ശേഖര, വികസനത്തെ വികസനം കൊണ്ടാണ് നേരിടേണ്ടത്, അല്ലാതെ ആയുധം കൊണ്ടല്ല. പിന്നെ ആ കോളനിയിൽ വെള്ളം എത്തിക്കുന്ന പ്രശ്നം, അത് എത്തിച്ചിരിക്കും. അത് തടയാൻ നിന്റെ ഈ തടിമിടുക്കൊന്നും പോരെ ശേഖര. ആഗ്രഹം കൊള്ളാം, അത് നിറവേറ്റാൻ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? നീ ഇവിടെ തന്നെ വെട്ടിക്കൊന്നാലും അത് നടക്കും. ഇതെന്റെ വാക്കല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ വാക്കാണ്. അത് നിറവേറ്റാൻ എന്നോടൊപ്പൊന്നല്ല 1000 സഹാക്കളുണ്ട്. അത് ഞാൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് നീ പോ. ഇപ്പൊ നീ കാണിച്ച ഈ തന്തയില്ലായ്മ ഞാനങ്ങ് മറക്കുക. അത് നിന്നെ പേടിച്ചല്ല, നമ്മുടെ നാടിന്റെ അവസ്ഥ ഓർത്തിട്ടാ. നീ ഇപ്പൊ പോ ശേഖര. എന്നാ എടുക്കല്ലേ, 2 ദിവസമായില്ലേ, ആരും വരാനില്ലെങ്കിൽ. മോളെ, നീ കരയരുത്. നീ പെറ്റണീട്ടോളാ, നിന്റെ മനസ്സിന്റെ ബലം പോകും. കരയാനോ? ഇല്ലത്താ, ഞാൻ സഖാവ് അബ്ദുവിന്റെ ഭാര്യയാണ്. ഓരോ കൊന്നത് ഓരോരു തെമ്മാടിയോ കള്ളുകൂടിയോ പെണ്ണുപിടുത്തക്കാരനോ ആയതുകൊണ്ടല്ല, ഓരോരു സഖാവായതുകൊണ്ടാണ്. ഓരോ രാഷ്ട്രീയവും പ്രവർത്തനവും ഭയന്ന് ഓരെല്ലാണ്ടാക്കിയപ്പോ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടാ പോയത്. അവനെ ഞാൻ വളർത്തും, ഒരു സഖാവായി ഞാൻ വളർത്തും.
മോളെ, ഇനി നമ്മൾ എടുക്കല്ലേ? രാമേട്ടാ, പഴയ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഊർജം നിങ്ങളെ പ്രായത്തെ തളർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് പിടിക്കും നിങ്ങൾ എന്റെ ഇക്കയ്ക്ക് വേണ്ടിയിട്ട്. സഖാക്കന്മാരിങ്ങനെ അവർക്ക് ജാതിയോ മതമോ ഭാഷയോ വേഷമോ ഒരു സമൂഹത്തെ നയിക്കാൻ പ്രസ്ഥാനത്തിനോടൊപ്പം ചേരുന്ന ഓരോ വ്യക്തികളും ഹൃദയത്തിൽ ചേർത്ത് പറയുന്നൊരു വാക്കുണ്ട്: ഞാൻ ഒരു സഖാവാണ്.